ഹായ് ഡിയേഴ്സ്, നമ്മൾ 2024 വിട പറഞ്ഞുകൊണ്ട് 2025 എല്ലാവരും കടക്കുകയാണ്. 2-3 ദിവസം കൂടെ ഉള്ളു. അപ്പോൾ നമ്മളെല്ലാവരും 2025 പോകും. പിന്നെ എനിക്ക് എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം, നല്ല ക്ഷീണമുണ്ട്. പിന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. ആകെപ്പാട് ടയേർഡാണ്. ഒന്നിനും ഒരു സമയം തികയാത്ത പോലെ തോന്നും. പിന്നെ ഡയറ്റൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് താന്നിട്ടുണ്ട്. പിന്നെ നടക്കുമ്പോൾ മാത്രം വലിയ കുഴപ്പമൊന്നുമില്ല, അല്ലാത്തപ്പം പഴയപടിയാണ്. പിന്നെ നമ്മളെ ഓർത്തോടെ പ്രശ്നമുണ്ട്. അന്നേരം നമുക്ക് ജോലി ചെയ്യാനും പറ്റുന്നില്ല. ആരെയും ഡിപ്പെൻഡ് ചെയ്ത് വേണം എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാം. അതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ വിഷമകരമാണ്. എങ്കിലും അങ്ങ് മുന്നോട്ട് പോകുന്നു. പിന്നീട് പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. വീട് മാറി പുതിയ വീട്ടിലോട്ട് വന്നു, ഡാഡിയുടെ വീട്ടിലോട്ട്. അപ്പം ഡാഡി വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ 2 പേരും കൂടെ ഉണ്ട്. പക്ഷെ അവരാരും ഇവിടെ കാണത്തില്ല. ഇനി ഞങ്ങൾ 2 ഏകാന്തതയുടെ അപാര തീരത്തിലൂടെ പോകുന്നു. പിന്നെ ഈ ഇടവഴിയാണ് കേട്ടോ, നാട്ടുവഴി. ആ വഴി കൂടെ മേളിലോട്ട് കയറി പോകുമ്പം നാഷണൽ ഹൈവേ കാണാം. വലിയ തിരക്കൊന്നുമില്ലാത്തൊരു ഹൈവേ. അവിടെ വരെ ഇന്ന് വൈകിട്ടൊന്ന് പോയായിരുന്നു. അത് എൻ്റെ വീടാണ്, ഞാൻ ജനിച്ചു വളർന്ന വീട്. അവിടെ വരെ പോയിട്ട് തിരിച്ച് കുറച്ച് കാച്ചിലുമൊക്കെ ആയിട്ട് നടന്ന് തിരിച്ചു വന്നു. വലിയ താളിക്കാച്ചിലെന്ന് പറയും. ഇപ്പോഴുള്ള ജനറേഷൻ അറിഞ്ഞുകൂടായിരിക്കും. താളിക്കാച്ചിലെന്ന് പറഞ്ഞാൽ ഒരു 10 കിലോ 15 കിലോ ഒക്കെ കാണും. 10-25 കിലോയുടെയൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നു. അങ്ങനെ ആ കാച്ചിലിൻ്റെ കുറച്ച് ഭാഗം വെട്ടിമുറിച്ച് ഞങ്ങൾ നടന്നു വന്നു. അങ്ങോട്ട് പോയപ്പം എൻ്റെ വീട്ടിലോട്ട് ഞാൻ 5 താറാമുട്ടയൊക്കെ മേടിച്ചുകൊണ്ട് പോയി. താറാമുട്ട അല്ലാതെ ഞാൻ വേറൊന്നും കൊണ്ടൊന്നും പോകത്തൊന്നുമില്ല. അവിടെ നിന്ന് വല്ലതും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് മേടിച്ചുകൊണ്ടൊക്കെ ഇങ്ങ് വരും. അതെല്ലാം പെൺകുട്ടികളും അങ്ങനെയാണല്ലോ. നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോഴില്ലേ നമുക്കൊരു സ്വാതന്ത്ര്യം, എന്തെങ്കിലും എടുത്തുകൊണ്ടൊക്കെ വരാം. അത് നാത്തും പോരില്ലാത്ത വീട്ടിൽ നടക്കത്തുള്ളൂ കേട്ടോ. നാത്തും പോരുള്ളിടത്ത് അതൊന്നും നടക്കത്തില്ല. ഉടനെ കണ്ണുരുട്ടി ആങ്ങളമാരെ കാണിക്കും അവിടെ ഇരിക്കുന്ന നാത്തും. അതെല്ലായിടത്തും നടക്കുന്നതാണ്. പിന്നെ ന്യൂ ഇയർ ആയിട്ട് എന്തോ പറയാനോ ഒന്നും കഴിക്കാനൊക്കത്തില്ല എനിക്ക്. സാധാരണ ഞാൻ കേക്ക് മേടിച്ച് കഴിക്കുമായിരുന്നു. പിന്നെ എനിക്ക് 2-3-4 കൂട്ടുകാരെ കിട്ടി. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മളെ ആ ക്രിസ്മസ് അപ്പൂപ്പനായിട്ടൊക്കെ വന്ന കൊച്ചുങ്ങളില്ലേ, എന്നെ കാണാൻ വരും. അങ്ങനെ അവർ മാത്രമേ ഉള്ളൂ കൂട്ടുകാർ. അപ്പോൾ ഇനി ഞാൻ ന്യൂ ഇയറിന് വന്നതാണ്. ന്യൂ ഇയർ ആശംസ അറിയിക്കാൻ വന്നതാണ്. എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ വരാമേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. രാത്രി ശകലം സമയം ഒപ്പിച്ചെടുത്ത്